ജോസഫ് അദ്ദേഹം കീരമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ശ്രീ മാമച്ചൻ, താങ്കൾ അറിഞ്ഞു കാണുമല്ലോ ഈ ദൗർഭാഗ്യകരമായ സംഭവം. ഇത് ആദ്യത്തെ തവണയല്ല. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത്? നിങ്ങളിപ്പോൾ നിലവിൽ ഈ സ്പോട്ടിലുണ്ട്. കുട്ടമ്പുഴയിൽ ഉരുളംതണ്ണി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണിത്. അദ്ദേഹം വണ്ടി ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ആന ചവിട്ടി കൊന്നത്. അത് തന്നെയല്ല, വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ്. ബോഡിയെല്ലാം ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഒരു ദിവസത്തെയോ 2 ദിവസത്തെ പ്രശ്നങ്ങളല്ല. ദൈനംദിനം മനുഷ്യൻ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ രോദനമാണ് ഇവിടെ. ഒരാളും ചോദിക്കാനില്ല. ആരാ പറയണത്? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങളാണ് ഇതിനായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് ആനകൾ ഇറങ്ങിക്കഴിയുമ്പോൾ അതിനെ ഓടിക്കാനും പടക്കം പൊട്ടിക്കാനും പടക്കം പോലും മേടിച്ചു തരുന്നില്ല സർക്കാർ. ഇവിടെ ആറാട്ടി ഗ്രൂപ്പുകളുണ്ടെന്ന് പറച്ചിലല്ലാണ്ട് ഇവരുടെ ഒന്നും ഒരു സേവനം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരെയും സർക്കാരിനും ഞങ്ങൾ കുറ്റപ്പെടുന്നില്ല. പക്ഷെ വനം വകുപ്പൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ മോശപ്പെട്ട തീരുമാനങ്ങളാണ്. അതായത് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ ആരും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും വനത്തിലും വേണ്ട, വനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും വേണ്ട. പക്ഷേ സാധാരണക്കാർ ജീവിക്കേണ്ട ഇവിടെ. ആനകളൊക്കെ നമുക്ക് ഇവിടെ ഈ നിസാരമായ സ്ഥലത്ത്, അതായത് വെറും 1-2 സ്ക്വയർ കിലോമീറ്റർ ഒരു ആനയ്ക്ക് ജീവിക്കണമെങ്കിൽ 25 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ കീരമ്പാറ പഞ്ചായത്തിൽ ഞങ്ങൾക്കുള്ളത് വെറും 4 സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷനാണ്. അവിടെ എല്ലാ ദിവസവും 10 ആനകൾ തമ്പടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആനകൾ ഒരു ദിവസം 10-30 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മൃഗമാണ്. അത് എല്ലാ ദിവസവും, പണ്ടൊക്കെ രാത്രിയായിരുന്നു, ഇപ്പൊ പകൽ അടക്കം ആനകൾ നമ്മൾ മനുഷ്യവാസ മേഖലയിലേക്ക് യഥേഷ്ടം കടന്നു വന്നിരിക്കുക. ഒരു സാധനം പോലും മനുഷ്യന് കൃഷി നടത്താൻ പാടാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിരന്തരം ആനശല്യമുള്ള സ്ഥലമാണ്. പക്ഷെ ആരും ഇവിടെ ഇങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഫെൻസിങ് പോലും ഇല്ല അവിടെ. ശ്രീ മാമച്ചൻ ജോസഫ്, ഇതിപ്പോൾ സർക്കാർ ചെയ്യുന്നില്ല. ഇത് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ. ഇതിപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് അംഗത്തോടക്കം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് തകരാറിലാണ് എന്നാണ്. അപ്പോൾ ഇത് വനം വകുപ്പാണോ പഞ്ചായത്താണോ? ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇടപെടേണ്ടിയിരുന്നത്? പഞ്ചായത്തല്ല. പഞ്ചായത്തിന് വനംവകുപ്പ്, പഞ്ചായത്തൊക്കെ ഒരു വർക്ക് പഞ്ചായത്ത് സ്വന്തം പൈസ മുടക്കി ഫെൻസിങ് ഇട്ടോളാന്ന് പറഞ്ഞാൽ പോലും വനംവകുപ്പ് സമ്മതിക്കില്ല. വനം വകുപ്പ് നമ്മളെ ഒന്നും അവരുടെ പരിസരത്തേക്ക് കേറ്റില്ല. ഞങ്ങളിപ്പോൾ പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി ഞങ്ങളെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ പോലും സമ്മതിക്കില്ലാത്തൊരവസ്ഥയാണ്. കാരണം വനം വകുപ്പ് വേറെ ഏതോ ഒരു രാജ്യം, അത് അവർ വേറെ ഏതോ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്നും മനുഷ്യരല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഡീൽ ചെയ്ത് പോകുന്നത്. ഞങ്ങൾ ഈ പറയുന്നത് അതീവ ദുഃഖമുണ്ട്. കാരണം പറഞ്ഞാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് അവർ വിളിച്ചു പറയുന്നത്. ഞങ്ങളൊന്നും രാത്രി ഉറങ്ങാറില്ല. കാരണം പറഞ്ഞാൽ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഞങ്ങൾ വിളിച്ചെന്നിരിക്കുക. ഞങ്ങളുടെ വീടിന്റെ പടിക്ക് ആനെത്തി, ഞങ്ങളുടെ പഠിക്ക് ആനെത്തി, ഞങ്ങൾ പോകുന്ന റോഡിൽ ആന നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു RRT ഇല്ല, ഫോറസ്റ്റും ഇല്ല, ആരും ഇല്ലാന്നേ. ഇത് ജനങ്ങള് കഷ്ടപ്പാടിന്റെ അങ്ങേറ്റം, അതായത് ക്ഷമയുടെ നെല്ലിപ്പലക ജനങ്ങൾ കണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കണ്ടേ? ഞാൻ പറയണ ഇതൊക്കെ ആരാന്ന്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുമ്പോൾ കേന്ദ്രം പറയും സംസ്ഥാനത്ത് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് പൊലിഞ്ഞു പോകുന്ന മനുഷ്യജീവനാണ്. ആ മനുഷ്യജീവന് യാതൊരു വിലയും. തീർച്ചയായും ശ്രീ മാമച്ചൻ, ഇതിപ്പോൾ എൽദോസിനെ താങ്കൾക്ക് വ്യക്തിപരമായി തന്നെ പരിചയമുണ്ട്. അദ്ദേഹം വിവാഹിതനാണ്. ഈ സ്വയം ദിവസം ജോലി ചെയ്ത് വീട് പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. ആ വീടിന്റെ ഒരു പ്രതീക്ഷയാണല്ലോ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ 1-2 ജീവനുകളൊന്നും അല്ലല്ലോ പോയിട്ടിരിക്കുന്നത് അല്ലെ? ഈ കൊല്ലം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 500ഓളം ആളുകളാണ് വന്യജീവി ആക്രമണത്തിൽ നമ്മുടെ കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് മരണം കാണും, കുറച്ച് നാൾ ആളുകളൊന്ന് പ്രതിഷേധിക്കുന്നതിന് ആളുകൾക്കെതിരായിട്ട് കുറെ കേസെടുക്കും. ജനങ്ങളെ സത്യത്തിൽ ജനങ്ങളെ മുഖവിലക്കെടുക്കുന്നില്ല. ജനങ്ങളെ മുഖവിലക്കെടുക്കണം സർക്കാർ. എന്തുകൊണ്ട്, അല്ലെങ്കിൽ വനം വകുപ്പ് എന്തുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് വന്യമൃഗങ്ങൾക്ക് ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. പക്ഷെ മനുഷ്യന്റെ ജീവനല്ലേ വലുത്. ആ മനുഷ്യജീവന്റെ ജീവന് യാതൊരു വില കൽപ്പിക്കാത്ത രീതിയിൽ മനുഷ്യൻ സഞ്ചരിക്കുന്ന റോട്ടിൽ കൂടെ രാവും പകലുമില്ലാത്ത രീതിയിൽ ഓരോ മനുഷ്യനും റോട്ടിൽ കൂടെ നടക്കുന്നത് ജീവൻ പണയം വെച്ചതാന്നേ. ശ്രീ മാമച്ചൻ ജോസഫ്, മറ്റൊരു കാര്യം, ഈ എൽദോസ് വീട്ടിലെത്തുന്നതിന് ഏകദേശം 1 കിലോമീറ്റർ മുൻപാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്, കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നാട്ടുകാരൊക്കെ പ്രതികരിക്കുന്നത് വഴിയിലൊരു വഴിവിളക്ക് പോലും ഇല്ല. അത്തരത്തിലുള്ള പരാതികൾ എന്തെങ്കിലും നാട്ടുകാർ നൽകിയിരുന്നു? വിളക്കുകളുടെ കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. വഴിവിളക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റോട്ടിലിടുന്ന പല വഴിവിളക്കുകൾ ഇപ്പൊ ഇടിവെട്ടിയും മറ്റുള്ള രീതിയിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ലൈറ്റ് പോയിരിക്കാം. അത് തന്നെയുമല്ല, ഇവിടെ നമുക്ക് ഈ ഇലക്ട്രിക് KC ബോർഡ് പോലും നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് ലൈറ്റ് ഇടാൻ പോലും അവർ അനുവദിക്കുന്നില്ല. ഇതെല്ലാം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് മാത്രം മാറ്റിയാൽ പറ്റില്ല. ഇത് സംയുക്തമായിട്ട് വനം KC ബോർഡും
KC ബോർഡിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് മെയിൻ ഇല്ലെങ്കിൽ ആ സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത പോസ്റ്റേൽ ലൈറ്റ് ഇടാൻ സമ്മതിക്കില്ല. ആ ലൈറ്റ് ഒന്ന് മാറിയിടാണെങ്കിൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിങ്ങി നിറഞ്ഞ വനം തിങ്ങി നിറഞ്ഞ ഏരിയ, എപ്പോഴും മഴയുള്ള സ്ഥലം, ഇടിവെട്ടൊക്കെ കാരണം ചിലപ്പോൾ ലൈറ്റ് പോയിന്നിരിക്കാം. അപ്പോൾ ലൈറ്റ് മാറിയിടുന്നതിനൊക്കെ പഞ്ചായത്തുകൾക്കൊക്കെ പരിമിതമായ ഫണ്ടുകളാണുള്ളത്. ഇതിന് സോളാർ ലൈറ്റ് പോലുള്ളത് ഗവൺമെന്റ് അല്ലെങ്കിൽ വനം വകുപ്പ് സോളാർ ഈ പോകുന്ന വഴിക്കേക്കൂടെയുള്ള സോളാർ ലൈറ്റുകൾ പോലുള്ള ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചാലാണ്. ഇനി എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് ചില ദിവസമൊക്കെ ഇവിടെ മരം മറിച്ച് ചിലപ്പോൾ 1-2 ദിവസം കണ്ടില്ലാത്ത ദിവസമുണ്ട്. ആ കണ്ടില്ലാത്ത ദിവസം എന്ത് ചെയ്യും? ബൾബ് കത്തില്ലല്ലോ. അപ്പൊ സോളാർ ലൈറ്റ് ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തിലൂടെ നല്ല സോളാർ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് സൈഡിലുള്ള ഫെൻസിങ് ഉണ്ടാക്കിയൊക്കെ ഇതിന് തീർക്കൊല്ലി ചെയ്യണ്ടേ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പറയാനുള്ളത് ഈ ആനയുടെ എണ്ണം പെരുകി ഇത് എങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ? എന്ത് സൊല്യൂഷൻ നമുക്കുണ്ട്? ഇതിന്റെ എണ്ണം കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. വിദേശ രാജ്യങ്ങളിലും മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കാറാണ് ചെയ്യണേ. അതിന് സീസണൽ ഹണ്ടിങ്, അതായത് ഷൂട്ട് ചെയ്ത് കൊല്ലുകയല്ല ചെയ്യണേ. ഇത് മൃഗങ്ങളെ സംരക്ഷിക്കുകയാണ്, മനുഷ്യനല്ല ഇവിടെ വില. മനുഷ്യന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതൊരു വിഷയമാണ് ശ്രീ മാമച്ചൻ ഇപ്പോൾ അറിയേണ്ടത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും എൽദോസിന്റെ മൃതദേഹം ആ റോഡിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ആംബുലൻസിനെ പോലും അവിടെയുള്ളേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല അല്ലെ? എന്താണ് നാട്ടുകാർ പറയുന്നത്? എന്താണ് പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? നാട്ടുകാർ പറയുന്നത്, ഇതുപോലെയുള്ള ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇതിപ്പോ ഈ എൽദോസിന്റെ കഷ്ടകാലത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ആന ചവിട്ടി കൊന്നിരിക്കാം. ഇതുപോലെ തലമുടി നാരഴിക്ക് രക്ഷപ്പെട്ടു പോകുന്ന നിരവധി ആളുകൾ വസിക്കുന്ന, പാവപ്പെട്ട ആളുകൾ വസിക്കുന്ന ഒരു ഏരിയയാണത്. ഇപ്പൊ എൽദോസിന് കറക്റ്റ് അതിന്റെ മുമ്പിൽ വന്ന് വിട്ടുപോയി, അദ്ദേഹത്തിനെ വലിച്ചു കീറി ആന വലിച്ചു കീറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ആനേനെ കണ്ട് ഓടിച്ച് പേടിച്ച് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല. ഇവിടെ ഈ പോകുന്ന റൂട്ടിൽ ഫെൻസിങ് പോലും ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ കറണ്ട് കാര്യം നിങ്ങൾ പറയല. ഇവിടെ ആഴ്ചയിൽ മിക്കപ്പോഴും ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കണ്ടില്ലാത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ എന്ത് നടപടികളാണ് സർക്കാർ ഞങ്ങൾക്ക് അറിയേണ്ടത്? എന്ത് നടപടികളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാവുന്നത്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കി കൊടുത്തുള്ള പുതിയ കട്ടിയുള്ള നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരികയാണ്. അതായത് മനുഷ്യൻ അല്ല വലുത്, മൃഗമാണ് വലുത്. ആ രീതിയിൽ പോയാൽ എങ്ങനെ മനുഷ്യൻ മുന്നോട്ടേക്ക് പോകും? ഇതൊരു ആഭ്യന്തര കലകം പോലും നാട്ടിലുണ്ടാവും. എന്താണ് പറഞ്ഞത്? മനുഷ്യൻ ജീവിക്കട്ടെ. തീർച്ചയായും ആ അർത്ഥത്തിൽ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വരികയാണ്. വളരെ നന്ദി ശ്രീ മാമച്ചൻ ജോസഫ്. അദ്ദേഹം ഇപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണുള്ളത്. അവിടെയുള്ള ആളുകളുടെ രോഷം കൂടിയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഇപ്പോൾ വന്നത്. ഇപ്പോഴും ആ മൃതദേഹം, എൽദോസിൻ്റെ മൃതദേഹം അവിടെ തന്നെ കിടക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പോലും അവിടേക്ക് നാട്ടുകാർ ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല. പലതവണ പരാതി പറഞ്ഞതാണ്. പക്ഷേ പല ചെറിയ നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അവിടെയുള്ള വഴിവിളക്കുകൾ യഥാർത്ഥ വിധം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, ഫെൻസിങ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അനാസ്ഥയുടെ വലിയ ഉദാഹരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ എൽദോസ് എന്ന യുവാവിന് അദ്ദേഹത്തിൻ്റെ ജീവൻ ദാരുണമായി നഷ്ടപ്പെടാൻ ഇടയാക്കിയത്.